പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിരവധി ചിത്രങ്ങളാണ്, ഏകദേശം 10ഓളം ചിത്രങ്ങളാണ് OTT വഴി റിലീസിനെത്തിയിരിക്കുന്നത്. ആ ഒരു ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സും അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളായിട്ട് OTT വഴി റിലീസിനെത്താൻ പോകുന്ന മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ചിത്രങ്ങളുടെയൊക്കെ OTT റിലീസ് അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിൽ അജയന്റെ രണ്ടാം മോഷണം, കൊണ്ട തുടങ്ങിയ ചിത്രങ്ങളുടെ അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇന്നലെ സർപ്രൈസ് ആയിട്ട് ഒരു തമിഴ് ചിത്രം OTT വഴി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ദളപതി വിജയ് കേന്ദ്ര കഥാപാത്രത്തെ ഗോട്ട് എന്ന ഒരു സിനിമ. നമ്മൾ നേരത്തെ ഈ അപ്ഡേറ്റ് പറഞ്ഞാണ്. നെറ്റ്ഫ്ലിക്സ് ഈ ഒരു സിനിമ കാണുന്ന ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ മുതൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. തമിഴിന് പുറമെ തന്നെ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷയോടെയായിട്ടാണ് നെറ്റ്ഫ്ലിക്സ് ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്തിയിരിക്കുന്നത്. ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് ചെയ്തിരിക്കുന്ന ചിത്രം നോക്കിയാണ് മലയാള ചിത്രമായിട്ടുള്ള വിരുന്ന് എന്ന് പറയുന്ന സിനിമയുടെ തമിഴ് പതിപ്പാണ്. അർജുൻ കേന്ദ്ര കഥാപാത്രത്തിൽ എത്തിയ ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ണൻ താമരക്കുളമായിരുന്നു. ചിത്രം ഇപ്പോൾ സിംപ്ലി സൗത്ത് വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ചിത്രത്തിന്റെ തമിഴ് ഭാഷ മാത്രമേ ഇപ്പോൾ സ്ട്രീമിംഗ് നടത്തിയിട്ടുള്ളൂ. ഇന്ന് OTT വഴി റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ പെപ്പെ എന്ന് പറയുന്ന ഒരു കന്നഡ ചിത്രമാണ്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമസോൺ പ്രൈം വീഡിയോസ് വഴി ചിത്രം ഇപ്പോൾ സ്ട്രീമിംഗ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ കാണുന്ന ആഗ്രഹിക്കുന്നവർക്ക് ആമസോൺ പ്രൈം വീഡിയോസ് വഴി കന്നഡ പതിപ്പ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ന് OTT വഴി റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കിയാൽ കന്നഡയിൽ നിന്നുള്ള ചിത്രമാണ് പവർ എന്ന് പറയുന്ന ഒരു കന്നഡ ചിത്രമാണ്. ചിത്രം ആമസോൺ പ്രൈം വീഡിയോസിലാണ് ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ആമസോൺ പ്രൈം വീഡിയോസ് വഴി പൗഡർ എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ന് OTT വഴി റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ തെലുങ്കിൽ നിന്നുള്ള ചിത്രമാണ് കരിങ്ക എന്ന് പറയുന്ന ചിത്രമാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈം വീഡിയോസും ആഹ വീഡിയോസും സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഈ രണ്ട് പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഇന്ന് സർപ്രൈസ് ആയിട്ട് ഒരു മലയാള ചിത്രം OTT വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മീന, മനോജ് കെ ജയൻ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രത്തിയ ആനന്ദപുരം ഡയറീസ് എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ മനോരമ മാക്സ്, അതോടൊപ്പം ആമസോൺ പ്രൈം വീഡിയോസ് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോംസ് ആണ് സ്വന്തമാക്കി നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോംസ് വഴി ഇന്ന് മുതൽ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം വരും ദിവസങ്ങളായിട്ട് OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകളെ കുറിച്ച് നോക്കിയാൽ ഒന്നാമത്തെ ചിത്രം തമിഴിൽ നിന്നുള്ള ചിത്രമാണ്. ഈ ഒരു വർഷത്തെ ഹിറ്റ് ചിത്രമായിട്ട് മാറിയ വാഴ എന്ന് പറയുന്ന തമിഴ് ചിത്രമാണ്. ചിത്രത്തിൽ നിഖിലാഭിമാരും മറ്റൊരു കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. അപ്പോൾ ഹോട്ട്സ്റ്റാർ വഴി നമുക്ക് ഈ വരുന്ന ഒക്ടോബർ മാസം 11 ചിത്രം കാണാൻ സാധിക്കുന്നതായിരിക്കും. തമിഴിന് പുറമെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷയോടെയായിട്ടാണ് ഈ സിനിമ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. അവിടെ വരും ദിവസങ്ങളായിട്ട് OTT വഴി റിലീസ് ചെയ്യുമ്പോൾ മറ്റൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ഹിന്ദി എന്നുള്ള ചിത്രമാണ് സർഫറ എന്ന് പറയുന്ന അക്ഷയ് കുമാർ ചിത്രമാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ ഹോട്ട്സ്റ്റാർ തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ചിത്രം ഹിന്ദി പതിപ്പ് മാത്രമേക്ക് ഹോട്ട്സ്റ്റാർ വഴി റിലീസിനെത്താൻ പോകുന്നത്. സൂര്യ കേന്ദ്ര കഥാപാത്രത്തെ സൊറൈ പൊട്ടു എന്ന് പറയുന്ന തമിഴ് സിനിമയുടെ ഹിന്ദി റീമേക്കാണ് സർഫറ എന്ന് പറയുന്ന സിനിമ. സുധാ കൊങ്കര തന്നെയാണ് ഈ ഒരു സിനിമയെ ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒക്ടോബർ മാസം 11 മുതൽ ഹോട്ട്സ്റ്റാർ വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. ഈ വരുന്ന ആഴ്ച ഒരു മലയാളം ഡയറക്ട് OTT റിലീസ് ഉണ്ട്. ചിത്രം നോക്കിയാൽ സൈജി കുറുപ്പ് കേന്ദ്ര കഥാപാത്രത്തെ ജയ് മഹേന്ദ്രൻ എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സോണി ലൈവ് ആണ് സ്വന്തമാക്കിയിരിക്കുന്നത്. സോണി ലൈവ് വഴി ഒക്ടോബർ മാസം 11 മുതൽ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. അവിടെ മഞ്ജു വാര്യർ കേന്ദ്ര കഥാപാത്രത്തെ ഫുട്ടേജ് എന്ന് പറയുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ഇതിനോടൊപ്പം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് വഴി ഒക്ടോബർ മാസം തന്നെ ചിത്രത്തിന് OTT റിലീസ് ഉണ്ടാകുന്ന അറിയിച്ചിട്ടുണ്ട്. അടുത്തൊരു ചിത്രം നോക്കുകയാണെങ്കിൽ ഭാവന കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ ഷാജി കൈലാസ് ചിത്രമാണ് ഹണ്ട് എന്ന് പറയുന്ന സിനിമ. മികച്ച ഒരു ത്രില്ലർ ചിത്രമായിട്ട് മാറിയ ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി വളരെയധികം സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഒക്കെ മനോരമ മാക്സ് സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ ഡേറ്റ് കൺഫേംഡ് ആയിട്ട് ഒരുപക്ഷെ നമുക്ക് ഒക്ടോബർ മാസം തന്നെ മനോരമ മാക്സ് വഴി ഹണ്ട് എന്ന് പറയുന്ന മലയാള ചിത്രം കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അടുത്തൊരു OTT റിലീസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ കേന്ദ്ര കഥാപാത്രത്തെ ഇടിയൻ ചന്തു എന്ന് പറയുന്ന മലയാള ചിത്രത്തിൻ്റെതാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ C5 സ്വന്തമാക്കിയുള്ള ഒരു അപ്ഡേറ്റുകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. എന്നാൽ എത്രത്തോളം കൺഫേം എന്ന് അറിയത്തില്ല. ചിത്രം ഒക്ടോബർ മാസം തന്നെ OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തെത്തും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എത്ര പേരാണ് ഇടിയൻ ചന്തു എന്ന് പറയുന്ന വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. അടുത്തൊരു OTT റിലീസ് നോക്കുകയാണെങ്കിൽ മലയാളത്തിലെ എക്കാലത്തും വമ്പൻ വിജയമായിട്ട് മാറിയ അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന ടൊവിനോ തോമസ് ചിത്രത്തിൻ്റെതാണ്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ഇതിനോടൊപ്പം വിറ്റുപോയിട്ടുണ്ടെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. റെക്കോർഡ് തുകയ്ക്ക് ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ചിത്രത്തിന്റെ റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയിരിക്കുന്നതാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാണ് ചിത്രത്തിന്റെ OTT റിലീസ് ഡേറ്റ് എന്ന് വ്യക്തമായിട്ടില്ല. ഒരുപക്ഷെ നമുക്ക് ഒക്ടോബർ മാസത്തോടു കൂടിയോ അല്ലെങ്കിൽ നവംബർ മാസം ആദ്യത്തോടു കൂടിയോ നമുക്ക് ആമസോൺ പ്രൈം വീഡിയോസ് വഴി അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ആന്റണി വർഗീസ് കേന്ദ്ര കഥാപാത്രത്തെ
കൊണ്ടൻ എന്ന് പറയുന്ന ഓണച്ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സ് പുറത്തു വന്നിട്ടുണ്ട്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ഇതിനോടൊപ്പം തന്നെ C5 സ്വന്തമാക്കി എന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ഒക്ടോബർ മാസത്തിൽ തന്നെ കൊണ്ടൻ എന്ന് പറയുന്ന സിനിമ C5 വഴി കാണാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. അപ്പൊ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പൊ ഇതിൽ ഏത് ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.